എടാ മക്കളെ കാത്തിരുന്ന് +1 എക്സാമിന്റെ റിസൾട്ട് ഇന്ന് വന്നു അല്ലെ 3:30 വന്നു. എടാ പ്രതീക്ഷ എത്ര മാർക്ക് കിട്ടിയവരുണ്ടായിരിക്കാം, പ്രതീക്ഷ എത്ര മാർക്ക് കിട്ടാത്തവരുണ്ടായിരിക്കാം, മാർക്ക് കുറഞ്ഞവരുണ്ടായിരിക്കാം. സ്വാഭാവികം. നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് എത്ര പേപ്പർ കൊടുക്കണം അത്രയും പേപ്പർ കൊടുക്കാം, റിവാലുവേഷന് കൊടുക്കാം. ഒരു പേപ്പറിന് 500 രൂപയാണ് വരുന്നത്. ഇനി സ്ക്രൂട്ടിനി, നിങ്ങൾക്ക് സ്ക്രൂട്ടിനിക്ക് കൊടുക്കാം. ഒരു പേപ്പറിന് 100 രൂപയാണ് വരുന്നത്. നിങ്ങളുടെ പേപ്പറിന്റെ കോപ്പി നിങ്ങൾക്ക് ആവശ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യാം. 300 രൂപയാണ് വരുന്നത്. ഇനി റീവാലുവേഷൻ നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിലെ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എത്ര പേപ്പറാണോ റീവാലുവേഷന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു പേപ്പറിന് 500, അപ്പൊ 2 പേപ്പറിന് 1000, അപ്പൊ എത്ര പേപ്പറാണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ അത്രയും പൈസയും നിങ്ങളുടെ അപേക്ഷയും നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പലിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കാം. ഇനി അൺഎയ്ഡഡ് സ്കൂളിലെ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ട്രഷറിയിൽ കൊണ്ടുപോയി ഫീസ് അടച്ച ശേഷം അവിടെ നിന്ന് കിട്ടുന്ന പ്രിന്റ് ഔട്ടും അപേക്ഷയും നിങ്ങൾ ഏത് സ്കൂളിലാണോ എക്സാം എഴുതിയത് അവിടുത്തെ പ്രിൻസിപ്പലിന്റെ കൈവശം കൊണ്ടുപോയി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റിവാലുവേഷന് ഒരു പേപ്പറല്ല, നിങ്ങൾക്ക് എത്ര പേപ്പർ വേണമെങ്കിലും റിവാലുവേഷന് വേണ്ടി സമർപ്പിക്കാവുന്നതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നമ്മുടെ +1 ഇംപ്രൂവ്മെന്റ് എക്സാം നടന്നിരുന്നത് +2 എക്സാമിന്റെ കൂടെയാണ്. എന്നാൽ ഈ ഒരു വർഷം നമ്മളുടെ എക്സാം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് +1 ഇംപ്രൂവ്മെന്റ് എക്സാം നടക്കും എന്ന് പറഞ്ഞാൽ വരും മാസങ്ങളിലായിട്ട് നടക്കും. ഇനി ഞാൻ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയോട് കൂടി കേൾക്കണം. +2 ഇവിടെ ഇത്തിരി മാർക്ക് കുറവാണ്, കുഴപ്പമില്ല, ഞാൻ +2 സ്കോർ ചെയ്തുകൊണ്ട് അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. +2 അവിടെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് +1 സബ്ജക്ട് ഇംപ്രൂവ്മെന്റിനുള്ള ഒരു അവസരമില്ലേ, അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞ സബ്ജക്റ്റുകളും ഇനി ഇപ്പം A കിട്ടിയ കുട്ടികൾക്ക് ഉണ്ടാക്കിയത് A+ ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇംപ്രൂവ്മെന്റിന് കൊടുക്കടാ. അതിൽ ഏറ്റവും കൂടിയ മാർക്കാണ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യുക. ഇംപ്രൂവ്മെന്റ് എഴുതി ഇത്തിരി മാർക്ക് കുറഞ്ഞാലും നിങ്ങൾക്ക് ആദ്യം കിട്ടിയ മാർക്കാണ് കൂടുതലെങ്കിൽ അതാണ് പരിഗണിക്കാം. അപ്പൊ മക്കള് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ നിർബന്ധമായിട്ടും ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധയിൽ വെക്കൂ. ഇംപ്രൂവ്മെന്റ് എക്സാമിന് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. റിവാലുവേഷന് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റുകൾ റിവാലുവേഷന് വേണ്ടി കൊടുക്കാം. ഓക്കെ, താങ്ക് യു.